അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കഴിഞ്ഞേ ആളുള്ളൂ. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിത പ്രസ്താവനകൾ കൊണ്ട് തരംഗമുണ്ടാക്കുന്നതിൽ ട്രംപിനോളം മിടുക്കൻ വേറെ ആരുമില്ല. തന്റെ പ്രസംഗങ്ങളിലൂടെ അനുയായികളെ ആവേശം കൊള്ളിപ്പിക്കുന്ന ട്രംപ് ഇപ്പോൾ ഇറാൻ വിഷയത്തിൽ നടത്തിയിരിക്കുന്ന പുതിയ വെളിപ്പെടുത്തൽ ലോകത്തെ ഒന്നടങ്കം അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഇറാന്റെ കടിഞ്ഞാൺ ഏറ്റെടുക്കാൻ അവിടുത്തെ ഭരണകൂടം തന്നെ ക്ഷണിച്ചുവെന്ന അദ്ദേഹത്തിന്റെ വാദം വെറുമൊരു രാഷ്ട്രീയ തമാശയാണോ, അതോ അതിനു പിന്നിൽ വല്ല ഗൂഢ ലക്ഷ്യങ്ങളും ഉണ്ടോ എന്ന ചർച്ചകളും സജീവമാണ്. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയുന്ന വേളയിൽ ട്രംപിന്റെ ഈ പ്രസ്താവനയെ അതിതാൽപര്യത്തോടെയാണ് നയതന്ത്ര വിദഗ്ധർ വീക്ഷിക്കുന്നത്. ഈ അവകാശവാദത്തിന്റെ ഉള്ളുകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഇറാന്റെ പുതിയ പരമോന്നത നേതാവാകാൻ അവിടുത്തെ നേതൃത്വം തന്നെ ക്ഷണിച്ചിരുന്നുവെന്ന വിചിത്ര അവകാശവാദവുമായി എത്തിയിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഫണ്ട് റൈസർ പരിപാടിയിലായിരുന്നു ട്രംപിന്റെ പരാമർശം. ക്ഷണം താൻ നിരസിച്ചെന്നും ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. നിങ്ങളെ അടുത്ത പരമോന്നത നേതാവാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് ഇറാൻ പറഞ്ഞുവത്രേ. ഇറാന്റെ ഉന്നത നേതൃത്വത്തിൽപ്പെട്ട ഒട്ടേറെ പേർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു. US-ഇസ്രായേൽ ആക്രമണത്തിൽ ആയത്തുള്ള അലി ഖംനേയി കൊല്ലപ്പെട്ടതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ മകൻ മുജ്തഫ ഖംനേയിയെ പുതിയ പരമോന്നത നേതാവായി പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ മുജ്തഫ പൊതുമാധ്യമങ്ങളിലൊന്നും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഭരണകാലത്ത് ഇറാനെതിരെ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയ നേതാവാണ് ട്രംപ്. ലോകവേദികളിൽ താൻ എത്രമാത്രം ശക്തനാണെന്ന് കാണിക്കാനാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള അവിശ്വസനീയമായ കാര്യങ്ങൾ പറയുന്നത്. തന്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് മുൻപിൽ മാസ് ഇമേജ് കെട്ടിപ്പടുക്കാൻ തള്ളി മറിക്കുക എന്ന ഇത്തരം രീതികൾ ട്രംപിന്റെ ഒരു സ്ഥിരം ശൈലി തന്നെയാണ്. ഇറാന്റെ പരമോന്നത സ്ഥാനം ഓഫർ ചെയ്തു എന്നത് ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ടായി മാത്രമേ നിരീക്ഷകരും കാണുന്നുള്ളൂ. ആഗോള സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ വഴി ഇത്തരം പ്രസ്താവനകൾ കാട്ടുതീ പോലെ പടരുന്നുണ്ട്. കൃത്യമായ തെളിവുകളില്ലാതെ അവകാശവാദങ്ങൾ പോലും ജനങ്ങൾക്കിടയിൽ വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ഇതൊക്കെ കാരണമാകുന്നുണ്ട്. ഇതിനു മുൻപ് ട്രംപ് ഇത്തരം തള്ളൊക്കെ നടത്തിയതാണ്. ട്രംപിന്റെ പ്രസംഗങ്ങളിലെ വസ്തുതകളും യഥാർത്ഥ റിപ്പോർട്ടുകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. മിക്കവാറും പ്രസ്താവനകൾക്ക് ഔദ്യോഗികമായ തെളിവുകളില്ല. തന്റെ അനുയായികൾക്കിടയിൽ ഒരു സൂപ്പർ ഹീറോ ഇമേജ് കെട്ടിപ്പടുത്താനാണ് ട്രംപ് എല്ലായ്പ്പോഴും ശ്രമിക്കുന്നത്. വസ്തുതകളെക്കാൾ ഉപരിയായി അദ്ദേഹത്തിന്റെ അനുയായികൾ എന്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുവോ അത് ആവേശകരമായി അവതരിപ്പിക്കുക എന്നതാണ് ട്രംപിന്റെ ഒരു രീതി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോരാട്ടം ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുമായിരുന്നുവെന്നും തന്റെ ഇടപെടൽ വഴി അത് തടഞ്ഞെന്നും ട്രംപ് നേരത്തെ അവകാശപ്പെട്ടിരുന്നു. ലോകരാഷ്ട്രീയത്തിലെ ഏറ്റവും വിവാദ പുരുഷനായ ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ പലപ്പോഴും യാഥാർത്ഥ്യത്തെക്കാൾ അതിശയോക്തികൾ നിറഞ്ഞതാണ്. അണികളെ ആവേശം കൊള്ളിക്കാനും തന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുമായി അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ മിക്കപ്പോഴും വസ്തുതകളുമായി ബന്ധമില്ലാത്തവയാണ്. ഇറാന്റെ പരമോന്നത നേതാവാകാൻ തനിക്ക് ക്ഷണം ലഭിച്ചു എന്ന പുതിയ അവകാശവാദം ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയം കലുഷിതമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ താൻ എത്രത്തോളം സ്വാധീനമുള്ള വ്യക്തിയാണെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ട്രംപിന്റെ ശ്രമമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഇതിനെ കാണുന്നത്. എന്തായാലും ട്രംപിന്റെ ഭരണകാലം തീരാൻ ഇനിയും നാം കാത്തിരിക്കണം. ഇതുപോലുള്ള തള്ളുകളും പ്രസ്താവനകളും എല്ലാം പുറകെ വരുന്നുണ്ട്. അങ്ങനെ ഇതൊന്നും അവസാനിപ്പിക്കാൻ ട്രംപ് ഉദ്ദേശിച്ചിട്ടില്ല. ഇതിനു മുമ്പും ഇത്തരത്തിൽ ആരെയും ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ട്രംപ് പുറത്തിറക്കിയിട്ടുണ്ട്. അത്തരം കാർഡുകളെല്ലാം നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ്.